എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ് ഗാർഡൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള കുറച്ച് പരന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ സ്റ്റീൽ ട്രേ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ പഴയൊരു ലീക്കൊക്കെ ഉള്ള സ്റ്റീൽ ട്രേ ആയിരുന്നു. ഞാൻ ലീക്കൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് കൊക്കോപ്പിറ്റും ചാണകപ്പൊടി മിക്സ് ചെയ്ത മണ്ണ് നിറച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെബിൾസും മോസസും ബേബി മെറ്റലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു വശത്തായിട്ട് ഇതുപോലെ ഒരു കുറച്ച് കുന്ന് പോലെ ഒന്ന് ഞാൻ മണ്ണുകൊണ്ട് കുറച്ചും കൂടി അധികം മണ്ണിട്ടിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു മരത്തിൻ്റെ കമ്പ് ഒരു ഊഞ്ഞാലിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ. അതുകൊണ്ടൊരു കമ്പ് കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഇതേപോലത്തെ ചെറിയ തടി കഷ്ണങ്ങൾ കിട്ടുവാണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അവിടെ ആ മണ്ണിലേക്ക് കുറച്ചുകൂടി പ്രസ് ചെയ്തിട്ട് അവിടെ പിടിപ്പിക്കുക. ഈ കുന്നിൻ്റെ ഉള്ളിലായിട്ടൊരു വീട് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു വീടിൻ്റെ ഡോറിൻ്റെ ഷേപ്പിലൊരു ചെറിയൊരു ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് വാതിൽ മാതിരി വരച്ചൊക്കെ കൊടുക്കാം. 2 ജനലും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ അവിടെ ഫിക്സ് ചെയ്യാം. ഒരു വാതിൽ നടുവിലായിട്ടും ജനൽ രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇല്ലെങ്കിൽ ഈ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ കിട്ടും. അത് വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് 2-3 ഒട്ടിച്ചിട്ട് വാതിലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. എന്നിട്ടൊന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ബ്രൗണിഷ് കളറിലേതെങ്കിലും. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ചെറിയ ബേബി മെറ്റൽ ഞാനിവിടെ ആ ഒരു ചുമരിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്, മതിലിൻ്റെ ഒരു ആകൃതിയിൽ. അവസാനം ഇങ്ങനെ ഉണ്ടാവുക. ഇതെല്ലാം ഈ ഒരു ഡെക്കറേഷൻ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോസസ് അറ്റാച്ച് ചെയ്യണം. ഇവിടെ എല്ലാം എവിടെയൊക്കെ മണ്ണുണ്ടോ അവിടെയൊക്കെ ഞാൻ മോസസ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യം കുന്നിൻ്റെ മുകളിലാണ് ഞാൻ ചെയ്യുന്നത്, അതിനുശേഷം താഴെ. ഈ ബേബി മെറ്റലിന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് ചെറിയ നമ്മുടെ മുറ്റത്തൊക്കെ കിട്ടുന്ന ഏതെങ്കിലും കല്ല് എടുത്ത് വെച്ചാലും മതി, നല്ല ഭംഗിയായിരിക്കും. ശേഷം ഞാനിവിടെ പകുതിയെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാസേജ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ള കളറുള്ള ഒരു പേബിൾസ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലവും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോർണറിലായിട്ടൊരു ചെറിയ ചെടിയും കൂടി നട്ടിട്ടുണ്ട്. പിന്നെ ആ മരത്തിലൊരു ഊഞ്ഞാലാണ്. ഇത് നമ്മൾ ചരടും ചെറിയൊരു ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതവിടെ കെട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു തുണിയിലൊരു അയയിൽ തുണി വിരിച്ചിട്ട മാതിരി ഒരു കൺസെപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒരു പേപ്പറിൽ തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് തുണിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ, ഡ്രസ്സിൻ്റെ മോഡലിൽ. പിന്നെ 2 കമ്പിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ കുത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ വേണമെങ്കിൽ ചെയർ ഉണ്ടാക്കിയിട്ട് ചെയർ വയ്ക്കാം, എന്ത് വേണമെങ്കിലും വയ്ക്കാം. അതുപോലെ ലാസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. ഡെയിലി ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് വരാത്ത ഭാഗത്തേക്ക് സൂക്ഷിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോസ് ഗാർഡൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേഞ്ചസ് വരുത്താം. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.